ഹലോ, നമസ്കാരം. അങ്ങനെ ഒരു വിഷുക്കാലം കൂടി കഴിഞ്ഞുപോയി. ഞങ്ങളും ആഘോഷിച്ചു വിഷു. വളരെ നല്ലൊരു ദിവസമായിരുന്നു. നമ്മളും വിഷുക്കണി ഒരുക്കിയും വിഷു സദ്യ ഉണ്ടാക്കിയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചും. എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ ഞാനും ബാലും നീലും ഞാനും ബാലും ആകെ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത്തവണ വർക്കിംഗ് ഡേയിലായിരുന്നു വിഷു. അതുകൊണ്ട് അങ്ങനെ ഫ്രണ്ട്സിനെ വിളിക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. അപ്പം ഞാനിങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഫുള്ള് ഞാൻ അത് തന്നെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ വിഷു ആഘോഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ വെക്കേഷണൽ ടൈമിലാണല്ലോ വിഷു വരുന്നത്. അപ്പോൾ നമ്മൾ പിള്ളേരായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഓണത്തിനേക്കാൾ കൂടുതൽ നോക്കിയിരിക്കുന്ന ഒരു സെലിബ്രേഷൻ വിഷു ആയിരുന്നു. കാരണം മെയിനായിട്ടും പൈസ കിട്ടുമല്ലോ, പൈസ കിട്ടുന്നതൊരു പ്രധാന ഘടകമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ കോട്ടയത്ത് വിഷുക്കണി ഒരുക്കുന്നത് ഭയങ്കര ഒരു വലിയ സംഭവമാണ്. അതായത് പേരൻസ് മാത്രമല്ല, ഞങ്ങളൊക്കെ ഒരു 7 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയൊക്കെ ഞങ്ങൾക്ക് ബാറ്റൺ കൈമാറിയിട്ട് മാറി നിന്നിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് എല്ലാ കണിയൊരുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് തരും. ബാക്കി ഡെക്കറേഷൻ, പൂ പറിക്കാൻ പോകുന്നത്, മാങ്ങ ചക്ക അങ്ങനത്തെ സാധനങ്ങൾ പറിക്കാൻ പോകുന്നതൊക്കെ ഞങ്ങൾ പിള്ളേരായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കുറേ കാര്യമായിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ മെമ്മറീസുള്ള ഒരു സെലിബ്രേഷനാണ് വിഷു. ഞങ്ങളെല്ലാവരും കൂടെയുള്ള ഡെക്കറേഷൻ, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, വേറെ ലെവൽ ഡെക്കറേഷനായിരുന്നു. വീടിൻ്റെ കയറി വരുന്ന വഴി തൊട്ട് ഞങ്ങൾ കണിക്കൊന്ന പൂ കെട്ടി തൂക്കുമായിരുന്നു. അങ്ങനെ അത്ര കാര്യമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയത് കോഴിക്കോടേക്ക് ചെന്നപ്പം അവിടുത്തെ ഏറ്റവും വലിയ വിശേഷമായിട്ട് എനിക്ക് തോന്നിയത്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ട് ഞങ്ങൾ നേരം വെളുക്കുമ്പോൾ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകും. ഇപ്പം ശരിക്കും അമ്മമ്മയും അമ്മച്ചനും ഇല്ല. ഇപ്പോൾ തറവാട് വീട് അടച്ചിട്ടിട്ടാണ് ഉള്ളത്. പക്ഷേ അതിന് മുന്നേ ഒരു 10 വർഷത്തോളമുള്ള നല്ല മെമ്മറീസ് ഉണ്ട് ആ തറവാട്ടിൽ എനിക്ക്. അതായത് നീല് കുഞ്ഞായിരുന്നപ്പം മുതൽ ഞങ്ങൾ അവിടെയാണ് എല്ലാം ആഘോഷിച്ചത്. ഓണവും വിഷുവും ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും ആ തറവാട്ടിലായിരുന്നു. അവിടെ അമ്മയും പിന്നെ 4 ആങ്ങളമാരും അവരുടെ എല്ലാവരുടെയും മക്കളും ഭാര്യമാരും എല്ലാവരും കൂടെ ഞങ്ങളൊരു പട തന്നെ ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ആഘോഷങ്ങൾ, പിന്നെ പടക്കം പൊട്ടിക്കുന്ന, ഞങ്ങൾക്ക് കോട്ടയത്തേക്ക് അങ്ങനെ വിഷുവിന് ഞങ്ങളധികം പടക്കം പൊട്ടിക്കൽ പരിപാടീസൊന്നുമില്ല. പക്ഷെ കോഴിക്കോടായിരുന്നപ്പം ഫുള്ള് മത്സരിച്ച് പടക്കം പൊട്ടിക്കുമായിരുന്നു. അതുകൊണ്ട് വിഷു എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല മെമ്മറീസാണ് ഞങ്ങൾക്ക്. അങ്ങനെ ഞാനും എല്ലാ കൃഷ്ണനെയൊക്കെ റെഡിയാക്കി ഇനി കിടന്നുറങ്ങാൻ പോവാം. നാളെ രാവിലെ കണി കാണണം.